അപ്പം HP സിസ്റ്റത്തില് ഹയർ വെൻഡറുടെ അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഹയർ വെൻഡറുടെ പേര് വീഗാൾ ഇൻഡസ്ട്രീസ് എന്നാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, നമ്മൾ ആ അസറ്റ് വാങ്ങിക്കുന്ന ജേണൽ എൻട്രി ആണ് അല്ലെ. 1/4/2010 നമ്മൾ മിഷനറി വാങ്ങിയിട്ട് ജേണൽ എൻട്രി മിഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു വീഗാൾ ഇൻഡസ്ട്രി. എത്ര രൂപയുടെ മിഷനറി വാങ്ങിയത്? 25,000 രൂപയുടെ മിഷനറിയാണ്. സെയിം ഡേറ്റിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് ഡൗൺ പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നു, ജേണൽ എൻട്രി വീഗാൾ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 5,000 രൂപയാണ്. ഇപ്പൊ കണക്ക് പ്രകാരം നമുക്കറിയാം 25,000-ൽ 5,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാ? 20,000 രൂപയാണ് അല്ലെ. കൊടുക്കാനുള്ള എത്രയേ ഉള്ളൂ? 20,000-ന്റെ. അപ്പൊ 20,000-ന്റെ മുകളിൽ നമ്മൾ എന്ത് കാണുകയാണ്? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഇൻട്രസ്റ്റ് ബിക്കം ഡ്യൂ. എത്ര രൂപ? 750 രൂപ. ഓക്കെ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞിട്ടുണ്ട് 5,000 രൂപയും പ്ലസ് എന്തും കൊടുക്കും? ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എത്രയാണ്? 750 ആണ്. ഇൻസ്റ്റാൾമെന്റ് എത്ര അടയ്ക്കുക? 5,000 ആണ്. ടോട്ടൽ 5,750. ഇത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞു, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു 25,750 25,750 ടോട്ടൽ. സെയിം ടോട്ടൽ നമ്മളിവിടെ പ്ലേസ് ചെയ്തു. അതിൽ നിന്ന് ഡൗൺ പേയ്മെന്റും അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റും നമ്മൾ ലെസ് ചെയ്തു. അപ്പൊ നമ്മൾ റിയലൈസ് ചെയ്തു നമ്മൾ 15,000 രൂപ കൂടെ കൊടുക്കാനുണ്ട്. അതിനെ നമ്മൾ ഇവിടെ ക്യാരി ഡൗൺ ചെയ്തു. സെയിം എമൗണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ബ്രോ ഡൗൺ ചെയ്തു. നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസമാണ് 1/1/2011 നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തു. എത്രയാണ്? 15,000 രൂപ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തു. നമ്മള് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് എത്രയാണ്? 750 രൂപയാണ് ഡ്യൂ ആവുന്നത്. മൊത്തത്തിൽ 15,750 കൊടുക്കാനുണ്ട്. 15,750 കൊടുക്കാനുണ്ട്. അതിൽ എന്ത് ചെയ്യുന്നു? നമ്മള് 5,750 കൊടുക്കുന്നു. അതായത് വിത്ത് ഇൻട്രസ്റ്റ് നമ്മൾ 5,750 കൊടുക്കുന്നു. നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ 10,000 രൂപ കിട്ടി. എനി ഡൗട്ട്? ഓക്കെ. ഇത് ബാലൻസ് ക്യാരി ഡൗൺ ആണ്. നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോ ഡൗൺ ചെയ്യുന്നുണ്ട്. 10,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. ഒരു വർഷം കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 500 രൂപ ഇൻട്രസ്റ്റ് ഉണ്ട്. വർഷാവസാനം നമ്മൾ എന്ത് കൊടുക്കണം? ഇൻസ്റ്റാൾമെന്റ് കൊടുക്കണം. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 5,000 പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. 5,500 കൊടുക്കും. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്തു. 10,500 ഉണ്ട്. 10,500 കൊടുക്കാനുണ്ട്. അതിൽ 5,500 കൊടുത്തിട്ടുണ്ട്. ബാക്കി എത്രയുണ്ട്? 5,000 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അത് ക്യാരി ഡൗൺ ചെയ്തു. നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്തു. 1/1/2013 5,000 രൂപ കൊടുക്കാനുണ്ട് ബിഗിനിങ്ങിൽ. അറ്റ് ദി എൻഡിൽ നമ്മൾ എന്ത് ചാർജ് ചെയ്യും? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. മൊത്തം 5,250 കൊടുക്കാനുണ്ട്. 5,250. അതിൽ നമ്മൾ എന്ത് ചെയ്തു? 5,000 പ്ലസ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 250ഉം 5,250 നമ്മൾ പേ ചെയ്തു. സോ 5,250 നമ്മൾ പേ ചെയ്തു. ടോട്ടൽ വന്നിരിക്കുന്ന ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്താണ്? 0 ആയിട്ട് മാറി. ഈ രീതിയിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? ഈ രീതിയിലാണ് നമ്മൾ ഹയർ വെൻഡർ അക്കൗണ്ട് ഹയർ വെൻഡർ അക്കൗണ്ട്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട് ആണ്. ഹയർ പർച്ചേസ് സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് വരയ്ക്കാനുണ്ടാവും? ഹയർ വെൻഡറുടെ അക്കൗണ്ട് വരയ്ക്കാനുണ്ടാവും. ക്ലിയർ ആണല്ലോ?